വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകയെ കുറിച്ച് ഒരു അക്ഷരമിണ്ടാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കുട്ടികളുടെ അപക്വമായ നിലപാടിനെ തെമ്മാടിത്തം എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ന് വരെ ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം ഉരിയാടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ക്ലിഫ് ഹൗസിൽ നിന്ന് ഏതാനും കിലോമീറ്റർ ദൂരെ മാത്രമാണ് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്കുള്ളത്. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ ചെന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് ആ മാതാപിതാക്കളെ സന്ദർശിക്കാനോ, സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അതേക്കുറിച്ച് ഒരക്ഷരം ഇമ്മട്ടിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഈരാറ്റുപേട്ടയിലെ കുട്ടികളെ കുറിച്ച് പറയുന്നത് നിഷ്കളങ്കമായിട്ടല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതല്ല, മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ മുഖ്യമന്ത്രി അക്കാര്യം തുറന്നു പറയണം. അപ്പോഴത്തെ ഒരു വികാരത്തിൽ പറഞ്ഞു പോയ മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ. മുഖ്യമന്ത്രിയെ പ്രസംഗം നന്നായി എന്ന് പറഞ്ഞാൽ പോലും ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇമ്മട്ടിലുള്ള കമന്റ് ഒന്നും ഇവിടെ വേണ്ട എന്നാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രസംഗം നന്നായി എന്ന് പറഞ്ഞാൽ പോലും പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തും വിളിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ആ നിലക്ക് പറഞ്ഞു പോയതാണെങ്കിൽ അക്കാര്യം തുറന്നു പറയണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബോധപൂർവമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു പ്രസ്താവന ഉണ്ടായത് എന്നാണ്.